കർത്താവിൽ സന്തോഷിക്കും, എപ്പോഴും സന്തോഷിക്കും. എന്തുമെൻ ജീവിത പാതയിൽ വന്നാലും എപ്പോഴും സന്തോഷിക്കും. സങ്കീർത്തനം 14 വാക്യം വായിക്കുമ്പോൾ, ഞാൻ സർവ്വസമ്പത്തിനും എന്നതുപോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. അതായത് സാക്ഷ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. 31 വാക്യത്തിലാണെങ്കിലും, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു, യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുത്. സാക്ഷ്യങ്ങളോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വചനത്തോട് എന്ന് പറയുന്ന അതേ അർത്ഥത്തിലാണ്. 36 വാക്യം, ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാക്കണമേ. അതുപോലെ നമുക്കറിയാം, സാക്ഷ്യപ്പെട്ടകം വചനത്തിൻ്റെ ഒരു കോപ്പിയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? സാക്ഷ്യപ്പെട്ടകം പുറപ്പാട് 25 നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 16 വാക്യം 21 വാക്യമൊക്കെ വായിക്കുമ്പോൾ നോക്കുക, അവിടെ എല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ വചനം. ആ സാക്ഷ്യം അവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അല്പബുദ്ധി എന്ന് പറയുന്ന വാക്ക് നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും അല്പബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവർ, ബുദ്ധിഹീനർ എന്ന് പറയുന്ന വാക്കിന് തുല്യമായ വാക്കാണ്. ഇപ്പോൾ സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 1 അധ്യായത്തിൽ അതിൻ്റെ 22 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ബുദ്ധിഹീനരെ എന്ന് വിളിക്കുന്നത് നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം. ഹൗ ലോങ് യു സിമ്പിൾ വൺസ്. സങ്കീർത്തനം 19:7 നമ്മൾ കാണുന്നത് സെയിം ആ സിമ്പിൾ വൺ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ, മേക്കിംഗ് വൈസ് ദ സിമ്പിൾ. വൈസ് ദ സിമ്പിൾ. സിമ്പിൾ എന്ന വാക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബുദ്ധിഹീനർ, അഥവാ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ വോയിഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. സദൃശവാക്യങ്ങൾ 7 അധ്യായത്തിൽ അതിൻ്റെ 7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും കാണുന്നുണ്ട്, ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു, യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. ആൻഡ് ബിഹൾഡ് എമംഗ് ദ സിമ്പിൾ വൺസ്. ഭോഷന്മാരുടെ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾ വൺസ് എന്നുള്ളൊരു വാക്കാണ്. ലളിത മനസ്കരെന്നുള്ള അർത്ഥമല്ല അവിടെ. ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ ഭോഷന്മാർ എന്ന് പറയുന്ന വോയിഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ സില്ലി, അൺകൺസേൺഡ്, ഫൂളിഷ് എന്നെല്ലാം ഈ വാക്കിനർത്ഥമുണ്ട്. സില്ലി, എല്ലാത്തിനെയും സിമ്പിളായിട്ട് എടുക്കുന്നവർ. സിമ്പിൾ എന്നുള്ള വാക്ക് എല്ലാത്തിനും സിമ്പിളായിട്ട്, ഒന്നിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മുടെ ഇടയ്ക്കുമുണ്ട്. ഒന്നിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അൺകൺസേൺഡ്, എന്തേലും നടക്കട്ടെ, എന്തോ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള നിലയിൽ. വചനത്തിൽ നിന്ന് പ്രസംഗിച്ചാലും ചില ആളുകളുണ്ട് ചുമ്മാ അങ്ങിരിക്കുമെന്ന്, ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല എന്ന നിലയിലിരിക്കുന്നവർ. അവിടെയാണ് ഈ സിമ്പിൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അൺകൺസേൺഡ് ആണ്, ആൻഡ് ഫൂളിഷ് ആണ്. അൺകൺസേൺഡ്. ദൈവത്തിൻ്റെ വചനം, ഇപ്പം ഞാൻ പ്രസംഗിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന കാര്യം മാത്രമല്ല, അതുകൊണ്ട് ദൈവവചനം വായിക്കുന്നത് അൺകൺസേൺഡായിട്ട് വായിക്കുന്നവരുണ്ട്. കർത്താവെ എനിക്കൊരു രൂപാന്തരം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നുമല്ല പലരും വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനോ ഒന്നുമല്ല. കിടക്കുന്നതിന് മുമ്പ് ഒരു വാക്യം വായിച്ചേക്കാം, എന്നാൽ പിന്നെ ഉറങ്ങാൻ പോവല്ലേ, വചനം വായിച്ചില്ല ഇനി രാത്രി വല്ല ദുസ്വപ്നം വല്ലതും കണ്ടാലോ, അങ്ങനെ പേടിച്ച് വായിക്കുന്നവരുണ്ട്. അവർ അൺകൺസേൺഡ് ആണ്. എന്നാൽ അവരെ രൂപാന്തരപ്പെടുത്തുന്ന അൺകൺസേൺഡ് ആയിട്ടുള്ളവനെ നമ്മളെല്ലാവരും അങ്ങനെ, ഞാൻ അങ്ങനെ ആയിരുന്നു. ഐ വാസ് അൺകൺസേൺഡ് അബൌട്ട് ദ സ്പിരിച്വൽ മാറ്റേഴ്സ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറിയ പ്രായത്തിൽ ഐ വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട്, ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെയുള്ള വഴിയിലൂടെ വന്നവരാണ്. വിശ്വാസത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് എന്തുവാ? അൺകൺസേൺഡ് ആയിരുന്നു. ആത്മീയ കാര്യങ്ങളിലൊന്നും അത്ര വലിയ താല്പര്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നവരാണ്. കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തിയോണ്ടല്ലയോ നമ്മളിതെല്ലാം ഇപ്പം വ്യത്യാസപ്പെടുത്തി വന്നിരിക്കുന്നത്. ഐ വാസ് അൺകൺസേൺഡ് അബൌട്ട് സ്പിരിച്വൽ മാറ്റേഴ്സ്. ബേസിക്കലി ഐ വാസ് ഡെഡ് ടു ഗാഡ്. ഞാൻ എൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഏറ്റവും പ്രോഫിറ്റബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ദൈവം എന്തു പറയുന്നു എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നില്ല. ഐ വാസ് ഡെഡ് ടു ഗാഡ്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം എന്നെ രൂപാന്തരപ്പെടുത്തി. നൗ ഐ ആം എലൈവ് ടു ഗാഡ്. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് അതാണ്.
നിങ്ങൾ അൺകൺസേൺഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസി എന്ന് ചിലപ്പോൾ പേര് കാണുമായിരിക്കും, അല്ലാത്തവരും ആയിരിക്കാം, ആരും ആയിക്കോട്ടെ, ഈ വചനം കേൾക്കുന്ന ആരാണെങ്കിലും അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അൺകൺസേൺഡ് ആകരുത്. വചനത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അത് ബുദ്ധിഹീനരെ ജ്ഞാനിയാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. വചനമാണ് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത്. ബുദ്ധിഹീനരെ ജ്ഞാനിയാക്കുന്നു. ജ്ഞാനിയാക്കുന്നു എന്ന വാക്കും ഇതേപോലെ തന്നെ വിസ്ഡം എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളവിടെ കാണുന്നതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്താൽ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. I was unconcerned about God. I was dead to God. But I am alive to God now. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്നെ ദൈവത്തിന് ജീവിപ്പിക്കുന്നു. സോ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത് അതെൻ്റെ പ്രാണനെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് തന്നെയല്ല. ഞാൻ അൺകൺസേൺഡ് ആയിരുന്ന ഒരു കാലയളവുണ്ട്, പക്ഷെ ഇപ്പം അങ്ങനല്ല. വചനം എന്നെ ദൈവത്തിന് യോജിക്കുന്നവനാക്കുന്നു, അഥവാ ദൈവികതയിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. Now I am not dead to God. ഞാൻ ദൈവത്തിന് മരിച്ചവനല്ല, ഞാൻ ദൈവത്തിന് ജീവിക്കുന്നവനാണ്. അങ്ങനെ എന്നെ മാറ്റിമറിച്ചത് ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനമാണ് എന്നെ മാറ്റിമറിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ് മെയ്ഡ് മീ വൈസ് എന്നാ എഴുതിയിരിക്കുന്നത്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന അതാണ്. 7-ാമത്തെ വാക്യത്തിൽ ദ ടെസ്റ്റിമണി ഓഫ് യഹോവ ഈസ് ഷുവർ, മേക്കിംഗ് വൈസ് ദ സിമ്പിൾ. മേക്കിംഗ് വൈസ് എന്നെ ജ്ഞാനിയാക്കുന്നു. വചനം എന്നെ ദൈവത്തിന് ജീവിപ്പിക്കുന്നു, എന്നെ ജ്ഞാനിയാക്കുന്നു, സ്പിരിച്വലി എന്നെ വൈസ് ആക്കുന്നു, ബുദ്ധിയുള്ളവനാക്കുന്നു. നേരത്തെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വാട്ട് ഈസ് സ്പിരിച്വൽ, വാട്ട് ഈസ് നോട്ട് സ്പിരിച്വൽ, വാട്ട് ഈസ് വാല്യുബിൾ ആൻഡ് വാട്ട് ഈസ് വാനിറ്റി, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഒന്നും അറിയത്തില്ല. ഐ വാസ് ജസ്റ്റ് ലിവിങ്. അങ്ങനെ ഒരു ചിലരുണ്ട്, അങ്ങ് ജീവിക്കുക, അൺകൺസേൺഡ് ആയിട്ട് ജീവിക്കുക. പക്ഷെ ഇപ്പം എന്നെ അതിന് കിട്ടത്തില്ല. കാര്യം വചനം എന്നെ പഠിപ്പിച്ചു, അത് ചെയ്യരുത്, ഇത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നുള്ള എന്നെ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ജ്ഞാനിയാക്കുന്നത് 19-ാം സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. ഇനി യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ്, കൽപ്പനകൾ, യഹോവയുടെ കൽപ്പനകൾ നേരുള്ളവ, യഹോവയുടെ കൽപ്പനകൾ. സോ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തുണ്ട്? അവൻ്റെ കൽപ്പനകളാണത്. അവൻ്റെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എഴുതിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ദ കമാൻഡ്മെൻറ്റ്സ്. ഇൻ ഫാക്ട് ഇറ്റ് കണ്ടെയ്ൻസ് ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗാഡ്. ഇറ്റ്സ് ഓൾ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗാഡ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ കൽപ്പനകൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയാണ്. അല്ലാതെ ഈ കൽപ്പനകൾ സാധാരണ രീതിയിൽ നമ്മളെ പേടിപ്പിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പേടിപ്പിക്കുന്നതല്ല, അതെൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പോൾ വചനം വായിക്കുമ്പോൾ സന്തോഷമുണ്ട്. എൻ്റെ ഫീലിങ്സിൻ്റെ കാര്യത്തിലും ദൈവം ഇടപെടുന്നുണ്ട്. കൽപ്പനകൾ, ദൈവവചനം നമ്മൾ ഒരു ഭരണഘടന പോലെ കാണരുത്, അല്ലെങ്കിൽ ശിക്ഷാനിയമം പോലെ കാണരുത്. ഇന്ത്യൻ പീനൽ കോഡ് വായിച്ച് എത്ര പേര് സന്തോഷിക്കും ഇല്ലേ? ഞാൻ ജേർണലിസത്തിന് പഠിച്ചപ്പോഴത്തേക്ക് ഒരു പേപ്പർ ഇതായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടനയായിരുന്നു. പരീക്ഷ എഴുതേണ്ടത് കൊണ്ട് ഇത് വായിച്ചെന്നുള്ളതല്ലാതെ എനിക്കൊരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ശിക്ഷാ നിയമവും ഒക്കെ വായിച്ച് സന്തോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. ദൈവവചനത്തെ വെറും ഒരു കൽപ്പനയായി മാത്രം കാണുകയാണെങ്കിൽ നമുക്കതിൽ സന്തോഷിക്കാൻ കഴിയയില്ല. ഇറ്റ് ഗിവ്സ് യു ജോയ് ഇൻ യുവർ ഹാർട്ട്. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഇറ്റ് ഗിവ്സ് യു ജോയ് ടു യുവർ ഹാർട്ട്. ഇറ്റ് ഈസ് ജോയ്. വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു വാക്കാണ്, ജോയ്. ഇറ്റ് ഈസ് നോട്ട് പ്ലഷർ. സുഖമല്ല, സന്തോഷം. ലോകം തരുന്നത് പലപ്പോഴും സുഖങ്ങളാണ്. വചനം നൽകുന്നത് സുഖമല്ല. സുഖം ഉണ്ടായിരിക്കും, പക്ഷെ വേറെ കാര്യമുണ്ട്, സുഖത്തിനപ്പുറത്ത് എന്താണ്? സന്തോഷമാണ്. ഇനി സുഖമില്ലെങ്കിലും സന്തോഷമായിരിക്കുക. ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സുഖമായിരിക്കുന്നോ? നമ്മളോടൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ ചിലപ്പോൾ പറയും, സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും സുഖം ഇല്ലായിരിക്കും, പക്ഷേ സന്തോഷമായിരിക്കുന്നു. സുഖമല്ലാത്തപ്പോഴും നമുക്ക് എന്തുണ്ടാക്കാം? സന്തോഷം ഉണ്ടാക്കാം. അതാണ് യഹോവയുടെ ആജ്ഞകൾ നമുക്ക് നൽകുന്നത്. ദൈവവചനം നമുക്ക് തരുന്നത് സന്തോഷമാണ്. അത് നമുക്ക് തരുന്നത് ദൈവത്തെ തന്നെയാണ്. ഈ കൽപ്പനകൾ നമുക്ക് തരുന്നത്
ദൈവത്തെ തന്നെയാണ്. ദൈവവചനം ദൈവത്തിന്റെ വെളിപ്പാടാണ്. അങ്ങനെ ദൈവത്തിന്റെ വെളിപ്പാടായതുകൊണ്ട് ആ വചനം വായിക്കുമ്പോൾ എനിക്ക് ദൈവത്തെ തന്നെയാണ് കിട്ടുന്നത്. ഐ ആം റിസീവിങ് ഗാഡ് ഹിംസെൽഫ്, ദൈവത്തെ തന്നെ. ഇറ്റ് ഈസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്. വചനം വായിക്കും തോറും നമ്മൾ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുകയാണ്. അങ്ങനെ ആകണം. വചനം വായിക്കും തോറും നമ്മൾ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയണം. ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ സന്തോഷിക്കുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അത് വെളിപ്പാടാണ്. ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് വചനം. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി നോളജ്, ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്, ഇറ്റ് ഈസ് റെവലേഷൻ. ആ റെവലേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ജോയ് ഉണ്ടാകുന്നത്. വചനം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ദൈവവചനത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അറിയുമ്പം ഒരു പുതിയ വെളിപ്പാടൊക്കെ കിട്ടുമ്പോൾ, പുതിയ വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് ഇരിക്കുമ്പോൾ വെട്ടം കണ്ടെന്ന് പറയുന്ന വെളിച്ചം, അതല്ല ഞാൻ പറഞ്ഞ വെളിപ്പാടല്ല. വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവം നമ്മുടെ ആത്മാവിൽ സംസാരിച്ച് ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ എൻ്റെ നോളജ് നമ്മുടെ മനസ്സിലേക്കാണ് വരുന്നത്, പക്ഷെ റെവലേഷൻ വരുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. യു സീ ദ ഡിഫറൻസ്. നോളജ് വരുന്നത്, ബുദ്ധി വരുന്നത് നമ്മുടെ മനസ്സിലേക്കാണ്, പക്ഷേ വെളിപ്പാട് വരുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. ദൈവത്തെ അറിയും തോറും ഞാൻ ആനന്ദ തന്തുലിതനാകുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനൊരു അവസ്ഥയാണ് ദ ജോയ് ഓഫ് റെവലേഷൻ. കാരണം ഈ ജോയ് ഓഫ് റെവലേഷൻ എനിക്ക് അടുത്തത് റിലേഷൻ തരികയാണ്. റെവലേഷൻ റിലേഷനിലേക്ക് നയിക്കുകയാണ്, ബന്ധമാണ്. വെളിപ്പാട് ദൈവവുമായി ബന്ധപ്പെടുവാൻ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ദൈവത്തിൻ്റെ ആജ്ഞകൾ എനിക്ക് പേടിപ്പെടുത്തുന്നതല്ല, അതെനിക്ക് ചില വെളിപ്പാടുകൾ തരികയാണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ദ ജോയ് ഓഫ് റിലേഷൻ. എൻ്റെ ബന്ധം വർദ്ധിക്കുകയാണ്. ദൈവ വെളിപ്പാടിൽ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുമ്പോൾ ഞാൻ കൂടുതൽ ദൈവബന്ധത്തിൽ വളരുകയാണ്. എൻ്റെ റെവലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻ്റെ റിലേഷനും ഇൻക്രീസ് ചെയ്യും. വെളിപ്പാട് വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. ദ മോർ യു നോ, ദ മോർ യു ലവ്. അങ്ങനെ ദൈവത്തെ അറിയുമ്പോൾ ദ ജോയ് ഓഫ് ഒബീഡിയൻസ്, വെളിപ്പാട് ദൈവത്തോട് എന്നെ കൂടുതൽ അടുപ്പിക്കുകയും അപ്പോൾ ഞാൻ കൂടുതൽ അനുസരിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ അനുസരിക്കുമ്പോൾ, അതൊക്കെ പരിശീലിച്ചാലേ പറ്റുള്ളൂ. ദൈവത്തെ അനുസരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? എനിക്കങ്ങ് ആനന്ദമാണ്. ദൈവത്തെ അനുസരിക്കാൻ പറ്റുന്ന ഓരോ സാഹചര്യങ്ങളും, ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യന് അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളങ്ങ് സന്തോഷിക്കുന്നതായ, അനുസരണം എന്നെ ആനന്ദിപ്പിക്കുന്നതായ അവസ്ഥ. എൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഞാൻ ദൈവത്തെ കൂടുതൽ അറിയുന്നു, ഞാൻ ദൈവത്തെ കൂടുതൽ അനുസരിക്കാൻ തുടങ്ങുന്നു. ദ ജോയ് ഓഫ് റെവലേഷൻ, ദ ജോയ് ഓഫ് റിലേഷൻ, ദ ജോയ് ഓഫ് ഒബീഡിയൻസ്. ദൈവത്തിൻ്റെ വെളിപ്പാട് ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് എന്നെ പ്രാപ്തമാക്കുന്നു. അത് കൂടുതൽ ബന്ധത്തിലേക്ക് എന്നെ നയിക്കുന്നു. അങ്ങനെ ദൈവവുമായി കൂടുതൽ ബന്ധപ്പെടുമ്പോൾ ഞാൻ കൂടുതൽ അനുസരിക്കാൻ തുടങ്ങുന്നു. അതെൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കമാൻഡ്മെന്റ്സ്, അത് നിർമ്മലമായി, ഇറ്റ് ഇസ് പ്യുവർ, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഓൾ സ്റ്റെയിൻസ്. ഒരു ചെറിയ പാടുപോലും ഇല്ലാത്തതാണ് യഹോവയുടെ കൽപ്പന. അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, അതെന്നെ അനുസരിക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷെ ഇപ്പോഴെന്താണെന്നറിയാമോ? യഹോവയുടെ കൽപ്പനകൾ, കമാൻഡ്മെന്റ്സ്, അത് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. എൻലൈറ്റനിങ് മൈ ഐസ്. എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുകയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ കാഴ്ചപ്പാട്, വചനം വായിക്കുന്തോറും എൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. ജീവിതത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. മറ്റുള്ളവരോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. എന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഇപ്പൊ അത് തന്നെയല്ല, എൻ്റെ പേഴ്സ്പെക്റ്റീവ്, ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനൊക്കെ എനിക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു റെവലേഷൻ ഉണ്ട്. 119 സങ്കീർത്തനത്തിൽ 105 വാക്യത്തിൽ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എൻ്റെ കാലിന് ദീപം, മൈ ഫീറ്റ്, എൻ്റെ പാതയ്ക്ക്, എൻ്റെ കാഴ്ചപ്പാടുകളെ നിയന്ത്രിക്കുന്നത് ദൈവവചനമാണ്. ഞാൻ എങ്ങോട്ട് പോകണം,
എന്ത് ചെയ്യണം, അതെല്ലാം വചനം എനിക്ക് പറഞ്ഞു തരുന്നു. ഞാൻ സ്വയമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളല്ല, സ്വയമായിട്ട് തീരുമാനമെടുത്തല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനം നിന്റെ കാലിന് ദീപവും നിന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ആ വഴിയെ വേണം നടക്കാൻ. നമ്മൾ തോന്നുന്ന വഴിയെ നടക്കാൻ ഇനി പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളങ്ങ് സന്തോഷിക്കുകയല്ലേ. ഞാൻ ഇന്ന് കാണുന്നത് തന്നെ, എൻ്റെ കാഴ്ചപ്പാട് ഡിഫറൻറ്റാണ്. ഇന്നലെ വരെ കാര്യങ്ങളെ കണ്ടതുപോലെ അല്ല ഞാൻ ഇപ്പോൾ കാണുന്നത്. കാരണം വചനം എൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസപ്പെടുത്തി. ദ വേർഡ് മെയ്ഡ് മൈ ഐസ് ബ്രൈറ്റ് ആൻഡ് ഹോളി. ഇപ്പം എനിക്ക് വിശുദ്ധിയെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. മറ്റേ ഒരു പ്രയാസമായിട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, ആളുകളൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? പലപ്പോഴും നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ആരാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കുന്ന വല്ലതും ഉണ്ടോ? ഇതൊക്കെ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയാനാണ്. ഇപ്പോഴുള്ളവരെ, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കുകയല്ല ഞാൻ, ഇത് എനിക്ക് ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുക. ചിലർ പറയുന്നത് മത്തായി 5, 6, 7 ഒക്കെ വെറുതെ വേദോസിൽ എഴുതി വെച്ചെന്നുള്ളതേ ഉള്ളൂ, നിന്നെ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ എഴുതി വെക്കത്തില്ല. ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. ജീവിക്കാൻ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയത്തില്ല. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വചനം എന്നെ രൂപാന്തരപ്പെടുത്തുന്നു. എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറ്റിമറിക്കുന്നു, എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്നു. പ്രാണനെ തണുപ്പിക്കുന്നുള്ള വാക്ക് എന്താ? ഞാൻ പറഞ്ഞല്ലോ, അതിനെ അങ്ങ് തിരിച്ചു വെക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ ഓടിയ വഴിയെ അല്ല ഞാനിപ്പോൾ നടക്കുന്നത്. എന്നെ വചനം എന്ത് ചെയ്തു? തിരിച്ചു വെച്ചു, രൂപാന്തരപ്പെടുത്തി. യഹോവയുടെ ആജ്ഞകൾ നേരുള്ള ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, 9-ാമത്തെ വാക്യം, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവ ഭക്തി എന്ന് പറയുന്ന വാക്ക് ഇവിടെ, വചനം എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ യഹോവ ഭക്തി, ദ ഫിയർ ഓഫ് ദ ലോർഡ്, യഹോവ ഭക്തി, യഹോഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. അതെന്നേക്കും നിലനിൽക്കുന്നു. ഫിയർ ഓഫ് ദ ലോർഡ്, ഭക്തി. കർത്താവിൽ സന്തോഷിക്കും, എപ്പോഴും സന്തോഷിക്കും. എന്തുമെൻ ജീവിത പാതയിൽ വന്നാലും എപ്പോഴും സന്തോഷിക്കും. കർത്താവിൽ സന്തോഷിക്കും, എപ്പോഴും സന്തോഷിക്കും. എന്തുമെൻ ജീവിത പാതയിൽ വന്നാലും എപ്പോഴും സന്തോഷിക്കും. മാനസഖേദങ്ങൾ മാറിടും, മാനുവേൽ തന്മാറിൽ ചാരും നേരം. മാനസഖേദങ്ങൾ മാറിടും, മാനുവേൽ തന്മാറിൽ ചാരും നേരം. മാറാതെ നിത്യവും കൂടെ വരും, മിത്രമെന്നേശു മാത്രം. മാറാതെ നിത്യവും കൂടെ വരും, മിത്രമെന്നേശു മാത്രം. കർത്താവിൽ സന്തോഷിക്കും, എപ്പോഴും സന്തോഷിക്കും. എന്തുമെൻ ജീവിത പാതയിൽ വന്നാലും എപ്പോഴും സന്തോഷിക്കും. എന്നാളും ഞാനവൻ സ്വന്തമാം, എന്തൊരു സൗഭാഗ്യബന്ധമാം. എന്നാളും ഞാനവൻ സ്വന്തമാം, എന്തൊരു സൗഭാഗ്യബന്ധമാം. മൃത്യുവോ ജീവനോ സാധ്യമല്ല,
ഈ ബന്ധം വേർപിരിപ്പാൻ. മൃത്യുവോ ജീവനോ സാധ്യമല്ല ഈ ബന്ധം വേർപിരിപ്പാൻ. കർത്താവിൽ സന്തോഷിക്കും, എപ്പോഴും സന്തോഷിക്കും. എന്തുമെൻ ജീവിത പാതയിൽ വന്നാലും എപ്പോഴും സന്തോഷിക്കും.